ഈ മനുഷ്യനെ ഇന്ന് കാണുന്ന രൂപത്തിലെല്ലാം സൃഷ്ടിച്ചു, ഏറ്റവും മികച്ച രൂപത്തിൽ സൃഷ്ടിച്ചു. പിന്നെന്തിനാണ് ഈ ചേലാക്രമം ചെയ്യാൻ പറയുന്നത്, അറ്റം മുറിക്കാൻ പറയുന്നത്? എന്തിനാ? അതില്ലാണ്ട് അങ്ങ് സൃഷ്ടിച്ചാ പോരായിരുന്നോ? എങ്ങനെ ജനിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ ആക്കി? എന്താ കുഴപ്പം? മുറിക്കപ്പെട്ടതായിട്ട് സൃഷ്ടിക്കേ? അത് അള്ളാഹുത്താലക്ക് കയ്യായൊന്നുമില്ല. പിന്നെന്തിനാ അങ്ങനെ ആക്കിയത്? എന്താ അങ്ങനെ ആക്കിയത്? എന്തിനാണ് സുന്നത്ത് ചെയ്യാൻ പറയണത്? അതില്ലാണ്ട് അങ്ങ് ജനിപ്പിച്ചാ പോരായിരുന്നോ? പിന്നെ ഈ എല്ലാ വിഷയത്തിനും കിട്ടൂല ആരിഫ് ഭായ്. നിങ്ങൾക്ക് കിട്ടൂല എന്ന് പറയും, എനിക്ക് കിട്ടൂല എന്ന് പറയുന്നത് അനുസരിച്ചിട്ട് ഇസ്ലാം വിലയിരുത്തരുത്. ചിലത് ദൈവം എന്താണോ കൽപ്പിച്ചത് അത് അടിമ ചെയ്യുന്നു, അങ്ങനെ ഉണ്ട്. അതിപ്പോഴാണോ തോന്നിയത്? എന്നാ പിന്നെ വിളിക്കാണ്ടിരുന്നാ പോരായിരുന്നോ? ഇത് അറിയാമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ വിളിച്ചത്? എന്നാ ഞാൻ എന്നാ അടുത്ത ചോദ്യം ചോദിക്കാം. അല്ലല്ല, അങ്ങനെ പറയണു. അടുത്ത ചോദ്യം ചോദിക്കാം. ഞാൻ സമർത്ഥിക്കല്ലേ, അത് ദൈവമാണെന്ന് തെളിഞ്ഞു. അതെങ്ങനെ ശരിയാവുക? നിങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോ അങ്ങനെ യുക്തിക്കനുസരിച്ചിട്ട് അല്ല ഇസ്ലാമിനെ വിലയിരുത്തേണ്ടത്. എല്ലാത്തിനും ഉത്തരം കിട്ടൂല എന്ന് പറയുന്നത് ഒരു ഉത്തരമാണോ? അങ്ങനല്ല, ചില സ്ഥലത്ത് അങ്ങനെ വിലയിരുത്താൻ കഴിയൂല. അപ്പൊ നിങ്ങൾ പറയൂ, അതായത് എന്തിനാണ്, അതായത് മനുഷ്യനെ ഏറ്റവും ഉത്തമമായ രൂപത്തിൽ സൃഷ്ടിച്ചു എന്നല്ലേ പറയുന്നത്? അപ്പൊ പിന്നെ എന്തിനാണ് ചേലാക്രമം ചെയ്യാൻ പറയുന്നത്? ഇതാ ഞാൻ ചോദിക്കണത്.